പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നവംബർ മാസത്തില് ഏറ്റവും പ്രത്യേകമാവിധം ഈ 2-ാം തീയതി സകല മരിച്ചവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലും പൂർവികരുടെ മേലും സുദീന സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ശുദ്ധീന ആത്മാക്കളുടെ മേലും അങ്ങയുടെ വലിയ കരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറയെ കർത്താവേ സ്വർഗീയമായ ചിന്തയില് അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തില് ഓർമ്മിപ്പിക്കേണ്ട നിത്യമായ സത്യങ്ങളില് വിശ്വാസ സത്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു അഭിഷേകവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാളും ഓർമ്മയും നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഈ ഓർമ്മ ദിനത്തില് ഏറ്റവും പ്രത്യേകമായ വിധത്തില് കർത്താവിന് വലിയ കരുണയ്ക്ക് വേണ്ടി മരിച്ചുപോയവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിച്ച വിശ്വാസികളായിട്ട് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് തങ്ങളുടെ ശുദ്ധീകരണത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും പ്രത്യേകം നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മള് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിച്ചു. വിജയസഭയില് വിജയം വരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുന്ന വിശുദ്ധരോട് ചേർന്ന് നമ്മൾ ഇന്നലെ ആഘോഷിച്ചു. അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഐക്യത്തിന്റെ ആ വലിയ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ സഹന സഭയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം പറയണം, ഈ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്നേഹത്തിന്റെയും ഓർമ്മയുടെയും പ്രാർത്ഥനയുടെയും ഒരു ദിവസമാണ്. സ്നേഹത്തിന്റെ ദിവസം. നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ പൂർവീകര്, നമുക്കറിയാം, നമ്മുടെ കുടുംബവൃക്ഷത്തില് അനേക പേര് മരിച്ചു പോയിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുമ്പോ നമ്മുടെ അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, നമുക്കൊക്കെ നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ ഒരു തലത്തില് നമ്മൾ എത്ര പേര് ഓർക്കുന്നുണ്ട്? അപ്പനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും മിക്കവാറും. അപ്പനെ കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ട്. ഇനി അപ്പന്റെ അപ്പനെ കണ്ടവര് വളരെയേറെ ചുരുക്കായിരിക്കും. അതിനു മുമ്പുള്ള പിതാവിനെ കണ്ടവരോ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോ ഇതിനു മുമ്പൊക്കെ അനേകം പേര് കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ കുടുംബപക്ഷത്തിൽ അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴിയൊക്കെ എടുത്തു നോക്കുമ്പോ അനേക ആയിരങ്ങള് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചു. അവരെയൊക്കെ സ്നേഹത്തോടെ അവരെ ഓർക്കണം. അവർക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിക്കണം. ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു പോരായ്മയാണ് ഇക്കാര്യം. അവരെ സ്നേഹിക്കത്തില്ല, അവരെ ഓർക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കാത്തതിന്റെ ഒത്തിരിയേറെ അനന്തര ഫലങ്ങള് ഇന്ന് അനേകം കുടുംബങ്ങള് നേരിടുന്നത്. ഒരു സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, മക്കളുടെ കാര്യത്തില്, പഠനത്തില്, കുടുംബജീവിതത്തില്, ഓരോ മേഖലകളിലും ഇവരെ സ്നേഹിക്കാത്തതിന്റെയും ഓർക്കാത്തതിന്റെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിന്റെയും അനന്തര ഫലങ്ങൾ ഒത്തിരി നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം മുഴുവനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ
ഓർത്ത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ഇന്ന്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മള് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് സെമിത്തേരിയൊക്കെ വൃത്തിയാക്കി കല്ലറകളൊക്കെ ഒരുമാതിരി അലങ്കരിച്ച് സെമിത്തേരിയില് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒപ്പീസുകളൊക്കെ ചൊല്ലി വളരെയേറെ സ്നേഹത്തോടെ നമ്മുടെ മരിച്ചുപോയവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നവംബർ 2 സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ മാസം മുഴുവനും ഇത് മരിച്ചവർക്ക് വേണ്ടി ഉള്ള മാത്രം മാസമല്ല, ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ ഓർക്കേണ്ട കുറെ കാര്യങ്ങൾ. ഇതെല്ലാം ഓർത്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മരണത്തെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ഒരുക്കി ക്രമപ്പെടുത്തി വലിയൊരു അഭിഷേകം നമ്മുടെ കുടുംബത്തില്, നമ്മുടെ തലമുറയില്, നമ്മുടെ മക്കളില്, നമ്മുടെ സഭയില്, ലോകം മുഴുവനിലും ഈ അടിസ്ഥാന സത്യങ്ങളിൽ ഉറപ്പിക്കാനുള്ള ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരെ ഓർക്കുമ്പോൾ നമ്മള് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബവൃക്ഷത്തെയും സമഗ്രമായിട്ട് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. അത് നമ്മെ ഒത്തിരി സ്വാധീനിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ മരിച്ചുപോയവരുടെ പ്രാർത്ഥന ആരംഭം മുതലേ ഉണ്ട്. നമ്മള് മക്കബായരുടെ 2-ാം പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 38 മുതൽ 45 വരെയുള്ള തിരുവചനത്തില് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. മക്കബയൂസ് അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹ യോദ്ധാക്കൾക്ക് വേണ്ടി അദ്ദേഹം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം. അവിടെ യാമിനിയായിലെ വിഗ്രഹങ്ങളെ എടുത്തു വച്ച് ദൈവത്തെ ഉപേക്ഷിച്ചെന്ന പോലെ സംഭവിച്ച പ്രവർത്തിച്ച യോദ്ധാക്കള് അവര് മുറിവേൽപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അത് കണ്ടപ്പോ ഈ മക്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് യൂദാസ് ചെയ്ത വലിയൊരു കാര്യമാണ്, അവര് 2000 ദ്രാത്മ പിരിച്ചെടുത്ത് അവര് ജെറൂസലേമിലേക്ക് ഈ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അതായത് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. പാപപരിഹാര ബലി മരിച്ചതിന് ശേഷം അവിടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രാർത്ഥന, ആ ഒരു പാരമ്പര്യം ആദ്യം മുതലേ ഉണ്ട്. അവിടെ 45-ാം വചനം നാം വായിക്കുന്നുണ്ട്, ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് യൂദാസ് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. പാവനമായ ഭക്തിപൂർണമായ ഒരു ചിന്തയാണ്. അവർക്ക് എന്താ പറയാ, അമൂല്യമായ സമ്മാനം, നിത്യസമ്മാനത്തെ കുറിച്ചുള്ള ആ വലിയ പ്രത്യാശ, അത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ യൂദാസിനെ പ്രേരിപ്പിക്കുകയാണ്, ആ ജനത്തെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യകാലം മുതൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ആദിമ ക്രൈസ്തവര് അവരടക്കപ്പെട്ട കല്ലറയിലേക്ക് നോക്കുമ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകള്, ഒത്തിരിയേറെ കല്ലറകള് സന്ദർശിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചരിത്രം പാരമ്പര്യത്തിലുണ്ട്. നമ്മൾ കാണുന്നുണ്ട് 998 വിശുദ്ധ ഒഡീലോ ഓഫ് ക്ലൂനി അദ്ദേഹമാണ് ഈ നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ ദിനമായിട്ട് അദ്ദേഹം ആചരിക്കാൻ തുടങ്ങിയത്. അത് ആഗോള സഭയിൽ പെട്ടെന്ന് വ്യാപിച്ചു. അല്ലെ, 998 വിശുദ്ധ ഒഡീലോ ഓഫ് ക്ലൂനി അദ്ദേഹമാണ് ആരംഭിച്ചത്. ഇത് പെട്ടെന്ന് വ്യാപിച്ചു. കാരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെ വലുതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, മരിച്ചാൽ നമ്മുടെ ജീവിതം അവസാനിക്കണമെന്നില്ല. നമ്മൾ ഈ ദിവസങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും എന്റെ പ്രിയപ്പെട്ട മക്കളെ അതിനെ കുറിച്ച് ഒന്ന് ഓർക്കുന്നതും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഇതൊക്കെ ഒന്ന് ജ്വലിപ്പിച്ച് നിർത്തണം. അതായത് ഇന്നലെ വചനം പറഞ്ഞില്ലേ, നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിന്റെ ജീവിത അന്ത്യത്തെ കുറിച്ച് ഓർക്കണം. അത് ഓർത്താണ്ടില്ല നീ പാപം ചെയ്യില്ല.
അപ്പൊ ഈ ചില ഓർമ്മകള്, ചില ഓർമ്മപ്പെടുത്തലുകള്, ചില നിത്യ സത്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല് നമ്മുടെ മക്കൾക്ക് വേണം, നമുക്ക് വേണം, കുടുംബത്തിന് വേണം, അച്ഛന്മാർക്ക് വേണം, ബിഷപ്പുമാർക്ക് വേണം, മാർപ്പാപ്പയ്ക്ക് വേണം. ഇതൊക്കെ ഇന്ന് നമ്മുടെ സഹോദരിക്ക് വരുമ്പോ നമ്മളൊക്കെ ഇതൊക്കെ മറന്ന് ജീവിക്കുക, ഇത് മറന്നു ജീവിക്കുക. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്ന എത്ര മക്കളുണ്ട്, നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച്, അന്ത്യവിധിയെ കുറിച്ച്, ഇതൊക്കെ ചിന്തിച്ച് ഓർമ്മിച്ച് ജീവിച്ച നമ്മുടെ എത്ര പേര് പാപം ചെയ്യും എല്ലാ തലങ്ങളിലും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ നവംബർ മാസത്തില് പ്രത്യേകമായിട്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ അവരുടെ ഓഫീസൊക്കെ ചൊല്ലി അവരുടെ കബറെടുത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കും. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ത്യാഗപ്രവൃത്തികൾ അനുഷ്ഠിക്കണം, നോമ്പ് നോക്കണം, ഉപവസിക്കണം. അങ്ങനെ നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ സഹനങ്ങളും നമ്മുടെ ഒത്തിരിയേറെ പരിഹാര പ്രവൃത്തികളും കർത്താവിന്റെ യഥാർത്ഥമായ പരിഹാരത്തിന്റെ കുരിശിലെ പെരിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ മാസത്തില് 2-3 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട്. ഒന്ന്, പ്രാർത്ഥനയുടെ ശക്തി. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മളതിനെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ കൂടുതൽ കാണും. ഒത്തിരിയേറെ ആത്മാക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ആത്മാക്കളുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകും. ചുതിര ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകള്, ആത്മാവ് വന്ന് പ്രത്യക്ഷപ്പെട്ട മേഖലകൾ നമുക്കറിയാം. ശുദ്ധീകരണ ആത്മാക്കള് ഒത്തിരിയേറെ മക്കൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്ത ഒത്തിരി സംഭവം. ഇനി ചില മക്കളെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നവരുണ്ട്, സ്വർഗം കണ്ടവരുണ്ട്, നരകം കണ്ട് തിരിച്ചു വന്ന് ജീവിക്കുന്നവരുണ്ട്. അനേകം സാക്ഷ്യപ്പെടുത്തിയ തെളിയിച്ച സത്യങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇവർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ചുതിരാത്മാക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങളില് 2-3 കാര്യങ്ങൾ ഞാൻ കേട്ടത്, ക്രൈസ്തവ സഹോദരൻ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു നമ്മുടെ ക്രൈസ്തവ സഹോദരൻ മരിച്ചു. ഈ ദിവസം സംബന്ധിച്ച 2 സംഭവങ്ങൾ അച്ഛൻ പറയാം. ഈ കുടുംബാംഗങ്ങൾക്ക് ഈ മരിച്ചു പോയവരുടെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പറ്റും. വാതിൽ തന്നെ തുറക്കുന്നു, കൊച്ചുമക്കള് ഈ അവരെ കാണുന്നു, ആത്മാക്കളെ കാണുന്നു, തൊടാൻ പറ്റണില്ല. ഇങ്ങനെ ആത്മാക്കളുടെ സാന്നിധ്യം. അതച്ഛൻ പറഞ്ഞ, ഒരാൾ മരിച്ചാൽ ശരീരം ആത്മാവ് വേർപിരിയും, എന്നാൽ ആത്മാവിന് മരണമില്ലല്ലോ. ഈ ആത്മാവിന് അതുകൊണ്ടാണ് എല്ലാ മതവിഭാഗത്തിലും മരിച്ചവർക്ക് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യും. പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങൾ. ഹൈന്ദവ സംസ്കാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈന്ദവ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ അയൽപക്കത്തുള്ള നമുക്കറിയാം, അവർക്ക് വേണ്ടിയുള്ള ചില തുള്ളലുകള്, ചില കർമ്മങ്ങള്, കല്ലുകൂട്ടി വെച്ചിട്ട് കല്ലില് അങ്ങനെയൊക്കെ കുറെ കള്ളൊഴിച്ചു, അങ്ങനെ അവിടെ കർമ്മങ്ങൾ അങ്ങനെ. നമുക്ക് നമ്മുടെ ശുദ്ധീര ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി കുർബാന ശ്രാദ്ധങ്ങൾ നടത്തുക, അവർക്ക് വേണ്ടി ഒഫീഷ്യലി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കളെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആശ്വസിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഞാന് നവംബർ മാസം തുടങ്ങിയ തലേദിവസം ഞാൻ പറഞ്ഞു, ഈ മാസത്തെ ശുശ്രൂഷയ്ക്ക് അച്ഛൻ്റെ പേര് ഇതായിരുന്നു, അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. നമ്മൾ കുഴിക്കേതി വെക്കില്ലേ, റെസ്റ്റ് ഇൻ പീസ്. സമാധാനത്തെ വിശ്വസിച്ച് നിങ്ങൾ വിശ്രമിക്കുക. മരിച്ച അവസാനിച്ച ഒരാളോട് വിശ്രമിക്കാൻ പറയേണ്ട കാര്യമില്ല. റെസ്റ്റ് ഇൻ പീസ്, RIP. സമാധാനത്തോടെ വിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഈ ആത്മാക്കൾക്ക് സമാധാന സ്വസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയുടെ ശക്തി. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് മരണം എന്നതിന്റെ യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമാണ്. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. ദിവസങ്ങളൊക്കെ സെമിത്തേരി സന്ദർശിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എഴുതി വെച്ചത്, ഇന്നു ഞാൻ, നാളെ നീ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം, ധ്യാനിക്കണം, നമ്മുടെ ജീവിതത്തെ കർമ്മപ്പെടുത്തണം. അങ്ങനെ വലിയൊരു മരണചിന്തയുടെ ഒരു മാസം കൂടിയാണ് നവംബർ മാസം. ഇനി മൂന്നാമത്തെ കാര്യമാണ് പ്രത്യാശയുടെ ഒരു വിളി. മരണം ഒരു അവസാനമല്ല.
മരണം ഒരു കടന്നുപോകലാണ്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ വിദ്യാർത്ഥിനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് മരണപ്പെട്ട് കടന്നു പോകുമ്പോ വൈദികൻ പറയില്ലേ, മുടിവെക്കുമ്പോ വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് മുടിവെച്ച് പാട്ടും പാടി പോണേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പ്രത്യാശ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഉണ്ടോ? ഇതാണ് പ്രത്യാശ. ഈ പ്രത്യാശ നമുക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ജീവിതത്തെ സ്വർഗോന്മുഖമാക്കാനും ശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ നവംബർ മാസം. ഈ ഓർമ്മകളൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വേണം. ഇത് നമ്മെ കൂടുതൽ വിശുദ്ധരാക്കും, കൂടുതൽ ദൈവോന്മുഖമാക്കും, കൂടുതൽ സ്വർഗോന്മുഖമാക്കും. നമ്മുടെ ഉത്തരവാദിത്വം വിശുദ്ധിയിലേക്കുള്ള വിളിയുണ്ട്. അതിലേക്ക് നമ്മെ നയിക്കുന്ന വലിയൊരു ചിന്തയാണ്, വിശ്വാസ സത്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ നവംബർ മാസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മാസം മുഴുവനും നമുക്ക് ഈ തലത്തിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, ശുശ്രൂഷ അയച്ചു കൊടുക്കണം. നമ്മളിനി കാണാൻ പോകുന്നത് മരണത്തെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച്, സൗഭാഗ്യത്തെ കുറിച്ച്, ആത്മരക്ഷയെ കുറിച്ച്, ശുദ്ധിയുടെ സ്ഥലത്തെ കുറിച്ച് ഇതൊക്കെ നമ്മൾ കാണും. ഇത് അറിഞ്ഞാണ്ടില്ലോ നമ്മുടെ മക്കള് വേണ്ടാത്ത പരിപാടിക്ക് പോകില്ല, മദ്യപിക്കാൻ പോകില്ല, വ്യഭിചരിക്കാൻ പോകില്ല, കണ്ടിക്കണ്ട അവനെയും ഇവനെയും മുസ്ലിമിനെ ഒന്നും കെട്ടാൻ പോകത്തില്ല, ലൗകികാതിന്റെ പിന്നാലെ പോകത്തില്ല, അവന് വലിയ കമ്പനി കൂടി ലോകാരൂപിയുടെ പിന്നാലെ പോകത്തില്ല, മൊബൈലിനെ പിടി കുടുങ്ങത്തില്ല. അവൻ നന്നായിട്ട് പഠിക്കും, വിശുദ്ധ ജീവിക്കും, മാതാപിതാക്കളെ അനുസരിക്കും, അവൻ ദേവാലയത്തിൽ പോകും, കൂദാശകൾ സ്വീകരിക്കും, ദൈവബന്ധത്തിൽ സ്വർഗചിന്തയിൽ ജീവിക്കും. അങ്ങനെ ഒരു ജീവിതം വരും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് അന്ത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാതെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആത്മീയത വളർത്തിയെടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ തലമുറയെ നശിപ്പിച്ച് നമ്മൾ തിരിച്ചു പിടിക്കണം. യഥാർത്ഥമായ സത്യങ്ങളിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിച്ചാൽ മതി. നമ്മുടെ കുടുംബങ്ങളും അച്ഛന്മാരും കന്യാസ്ത്രീമാരും പിതാക്കന്മാരും സഭയും കുടുംബങ്ങളും യുവമക്കളും കുഞ്ഞുമക്കളും വലിയ കൃപയില് വിശുദ്ധിയിലും വളരും. അങ്ങനെ വളരുമ്പോ പഠിക്കും, അനുസരിക്കും, സ്നേഹിക്കും, ക്ഷമിക്കും, സഹിക്കും, എല്ലാ ദൈവിക പുണ്യങ്ങളിലും അഭിവൃദ്ധിപ്പെടും. ജീവിതം തന്നെ മാറും. എന്നാൽ പിശാച് ഇതൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം. വചന പ്രഘോഷണ വേദികളില്, ഉടമ്പടി സ്ഥലങ്ങളില്, പ്രാർത്ഥനാ കൂട്ടായ്മകളില്, നവേന സ്ഥലങ്ങളില്, ഞായറാഴ്ച കുർബാനകളില്, പ്രസംഗങ്ങളില് ഈ സത്യങ്ങളെ കുറിച്ച് പറയാറുണ്ടോ? ഇന്ന് വലിയ തിരുനാൾ ആഘോഷങ്ങളുണ്ട്. അടിച്ച് പൊളിച്ച് തുള്ളി ചാടി അച്ഛന്മാര് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം, കൊച്ചന്മാര് തുള്ളി മറിയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇടവക ദേവാലയത്തിലെ പെരുന്നാൾ കൊച്ചറ്റം കയറിയിട്ട് ഈ വെടിവെച്ച് ഇങ്ങനെ കടലാസൊക്കെ പരത്തുള്ളേ പിള്ളേരെ കൂടെ അടിച്ച് പൊളിച്ച് മറച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടി മക്കളെ? ഇത് കാണാൻ വേണ്ടില്ല. സത്യം പറഞ്ഞ എനിക്ക് നാണക്കേടും അറപ്പും സങ്കടവും വരും. നമ്മുടെ പള്ളികളില്, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളില് ആ വിശുദ്ധരുടെ ജീവിതങ്ങളെയൊക്കെ സ്വർഗോന്മുഖമാക്കി ജീവിച്ചതിന്റെ ഓർമ്മകളും ചരിത്രങ്ങളും പഠിപ്പിച്ച് സ്വർഗോന്മുഖമാക്കി മാറ്റേണ്ടതിന് പകരം ഈ ആർഭാടമായ തുള്ളിച്ചാടലും ഈ പൈശാചികമായ പ്രവൃത്തികളും കൊണ്ട് നശിപ്പിക്കുന്ന വൈദികരും തിരുനാൾ ആഘോഷങ്ങളും ഉദാശ പരിക്രമം, ഉദാശ എന്ന് ഞാൻ പറയില്ല, തിരുനാൾ ആഘോഷങ്ങൾ കൊണ്ട് നശിപ്പിച്ചു. സങ്കടം കൊണ്ട് പറയാ, സങ്കടം കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തെ ഇതിൽ ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തി സഭ ചെയ്യണം. ദേവാലയങ്ങൾ ചെയ്യണം, ധ്യാനകേന്ദ്രങ്ങൾ ചെയ്യണം, ഉടമ്പടി സ്ഥലങ്ങൾ. അല്ലാണ്ട് രോഗശാന്തി കിട്ടി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത്ഭുതം കിട്ടി, ഇതൊന്നും അല്ല സുവിശേഷം. ഇതൊന്നും ആരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. ഈ അത്ഭുതങ്ങൾ, രോഗശാന്തിയും ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മാനസാന്തരം ഒരുത്തനുണ്ടായിട്ടില്ല. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ, എന്റെ അച്ഛാ, ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി, 2-3 മാസത്തെ എന്റെ മദ്യപാനം മുടങ്ങിയതല്ലാണ്ട് എന്റെ മോൻ നന്നായില്ല. മോൻ നന്നാവാൻ വേണ്ടി പോയാ മോൻ നന്നായില്ല, മാറിയില്ല. എന്റെ 2 മാസത്തെ മദ്യപാനം മുടങ്ങി എന്ന് പറഞ്ഞാൽ മുഴുവൻ കുടിയ.
അവന് ഈ കൊച്ചു ശരിയാവാൻ വേണ്ടി ഉടമ്പടി എടുത്തു, 2 മാസം മദ്യപിച്ചില്ല. ഇതാണോ ക്രൈസ്തവ ജീവിതം? അതിനു വേണ്ടിയാണോ ഉടമ്പടി? അതിനു വേണ്ടിയാണോ ധ്യാനം? പ്രിയപ്പെട്ട മക്കളെ, തെറ്റായി പോയ ആത്മീയത കൊണ്ട് ഇന്ന് സഭയെ മനുഷ്യമക്കൾ നശിപ്പിക്കുമ്പോ രക്ഷപ്പെടണോ, മറ്റുണ്ടാവണോ? ഈ അടിസ്ഥാനത്തിലേക്ക് വരണം. ഇത് വന്നു കഴിഞ്ഞോ മാനസാന്തരം, ഉദാശ ജീവിതം, ദേവാലയ പരിശുദ്ധി. ഇന്ന് ദേവാലയം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ദേവാലയം DJ പാർട്ടി, മറ്റേ ഫ്യൂഷൻ, മറ്റേ ശിങ്കാരി മേളം, അടിപൊളി ഡാൻസുകള്, തുള്ളലുകള്. പ്രദർശനത്തിനിടയിൽ സിനിമാ നടന്മാര് വടിവാളും ആക്കത്തിയും പിടിച്ചെടുക്കുന്നു. കഴിഞ്ഞൊരു ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില് പ്രദർശനത്തിന്റെ മധ്യത്തില് സിനിമാ നടന്മാര് വാളുകൊണ്ട് തോക്കുകൊണ്ടൊക്കെ നടക്കണ, എന്താ പറയാ, എന്തുടനെ പറയണമെന്ന് എനിക്കറിയില്ല. പ്രച്ഛന്ന വേഷവും പിശാചിന്റെ വേഷവും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രദക്ഷിണങ്ങൾ, നമ്മുടെ പള്ളി പെരുന്നാളുകൾ, നമ്മുടെ ആഘോഷങ്ങൾ. എന്നാൽ അവസാനം പെരുന്നാൾ തിങ്കളാഴ്ച ഒരു മരിച്ചവരെ ഓർമ്മയുണ്ട്. അന്ന് കുറച്ച് ക്ഷീണത്തോടെ കുറെ കാരണവന്മാര് വരും. ഈ പെരുന്നാൾ ആഘോഷി തുള്ളിച്ചാടി ഒറ്റെണ്ണം വരില്ല പള്ളി. സങ്കടം കൊണ്ട് പറഞ്ഞു വേണം മക്കളെ, ക്ഷമിക്കണം. വളരെ വേദനയാണ്. ഈ ഒരു അടിസ്ഥാനത്തില് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന മക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ, കടബാധ്യതകള്, ജപ്തികള്, ഇതൊന്നും വരത്തില്ലായിരുന്നുവെന്ന് 100 അല്ല 1000 വട്ടം വിശ്വസിക്കുന്നവനാണ് ഞാൻ. തിരിച്ചു പിടിക്കാം. ഇന്ന് ഈ നവംബർ മാസം ശരിക്കും ഈ കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ഈ അടിസ്ഥാനത്തിൽ മക്കൾ ഉറപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, നാമവും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ കൂടിപ്പോയി എന്ന് തോന്നണു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വേദന കൊണ്ട് പറഞ്ഞതാണ്. ആത്മാക്കൾ നശിച്ചു പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ വലിയ നിധികളാണ്. ഈ നിധികളൊക്കെ മറന്നിട്ട് ജീവിച്ചു പോയല്ലോ എന്നുള്ള സങ്കടം ഒത്തിരി അറിയുണ്ട്. ആ സങ്കടം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല മരിച്ചവരുടെയും ഈ ഓർമ്മ ദിവസത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മാസത്തില് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം, ചിന്തിക്കാം, പരിശോധിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അച്ഛന്മാർക്കും കന്യാസിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒരുമാതിരി കണ്ണുകെട്ടപ്പെട്ട വർഗമായിട്ട് മാറിപ്പോയി എന്ന് പല വൈദികരും സന്യസ്തരും എന്നുള്ളത് സങ്കടത്തോടെ പച്ചയ്ക്ക് ഞാൻ പറയാണ്. കാരണം കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അടിസ്ഥാനങ്ങൾക്ക് വരുവാൻ വൈദികർക്കിടയാകട്ടെ, സന്യസ്തർക്കിടയാകട്ടെ, അഭിവന്യ പിതാക്കന്മാർക്കിടയാകട്ടെ. ചില പിതാക്കന്മാരൊക്കെ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ കാണുമ്പോൾ സങ്കടം വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ വത്തിക്കാനില് ലൈബ്രറിയില് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ റൂം കൊടുത്തപ്പോ നമ്മുടെ പിതാവ് ന്യായീകരിച്ച് പറഞ്ഞ് ബബ്ബടിക്കണ്ടപ്പോ എനിക്ക് വേദന തോന്നി. വലിയ വേദനയുണ്ട്. ഇന്ന് പിതാക്കന്മാർക്ക് ബോധം നഷ്ടപ്പെട്ടു പോയില്ലെന്ന് ഓർത്തിട്ട് സങ്കടമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. തമ്പുരാനോട് പറയുക, ദിവ്യകാരം മുമ്പിൽ ഇരിക്കുക, കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചിറക്കി പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആരാധന അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി കർത്താവിന്റെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, സകല മരിച്ചവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ നവംബർ 2-ാം തീയതി അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ ശുദ്ധികനാത്മാക്കളെയും, സഹന സഭയിലായിരിക്കുന്ന എല്ലാ മക്കളെയും വിജയസഭയോട് ചേർന്ന് സമരസഭയിലായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബലികളുടെ യോഗ്യതയാലും ആ വലിയ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മാക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഈ മാസം മുഴുവനും പ്രത്യേകമാവിധം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യോഗ്യതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, അനേകം ആത്മാക്കളെ വിശുദ്ധീകരിച്ച് അവരെ സഹായിച്ച് അവരുടെ ശുദ്ധീകരണത്തില് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പ്രാർത്ഥനയിലൂടെ, ബലിയർപ്പണത്തിലൂടെ, ത്യാഗപ്രവൃത്തിയിലൂടെ, ഉപവാസത്തിലൂടെ, നോമ്പിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയില് ഈ മാസം മുഴുവനും ഞങ്ങളായിരിക്കട്ടെ. ഇന്ന് കർത്താവേ, സകല മരിച്ചവരുടെ മേലും അവിടുത്തെ വലിയ കരുണ ചൊരിയണമേ. ഈ ദിവസങ്ങളിലൊക്കെ നിത്യതയെ കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗോന്മുഖമാക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യതയെ കുറിച്ചുള്ള ചിന്തകൾ കർത്താവേ ഞങ്ങൾക്കുണ്ടാകട്ടെ. ഒത്തിരിയേറെ തീഷ്ണമായിട്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രത്യേകമായ വിധത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തിന്റെ വലിയ സഹായത്തിന് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് അർപ്പിച്ച ബലിയുടെ യോഗ്യതയാൽ, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാല്, അങ്ങ് ചെറിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാല്, അങ്ങേറ്റ തിരുമുറിവുകളുടെ യോഗ്യതയാല്, അങ്ങ് സഹിച്ച അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയാല് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മരിച്ച വിശ്വാസികളെയും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേറെ പിരിഞ്ഞു പോയ എല്ലാ മക്കളുടെ ആത്മാക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പ്രിയപ്പെട്ട മക്കളെ, അനേക ശുദ്ധീകരണാത്മാക്കളെ തങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമ്മുടെ അരികിലേക്ക്, നമ്മുടെ ശുശ്രൂഷകളിലേക്ക്, നമ്മുടെ ബലിയർപ്പണത്തിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന മാസമാണ് പ്രത്യേകിച്ചും ഈ നവംബർ മാസം. അതുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മെ തന്നെ യോഗ്യരാക്കി യോഗ്യതയോടെ ബലിയർപ്പിച്ച് യോഗ്യതയോടെ പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ സ്വർഗപ്രാപ്തിക്കായി വിശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മാസം മുഴുവനിലും കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. സഭയ്ക്കിടയാകട്ടെ, ലോകം മുഴുവനും ഇടയാകട്ടെ. ഈ മാസത്തില് അനേകം ലക്ഷക്കണക്കിന് ആത്മാക്കൾ സ്വർഗപ്രാപ്തിക്കായി കർത്താവ് കരുണ ഭക്ഷിച്ച് അനുഗ്രഹിക്കണേ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ജീവിത പങ്കാളി, മക്കള്, അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി എല്ലാ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യനാഥന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഈ ആശീർവാദത്തിലൂടെ അനേകം ആത്മാക്കളിലേക്ക് അങ്ങയുടെ വലിയ കരുണ ചൊരിയപ്പെടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് അതിനായി എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞങ്ങൾ കണ്ടിട്ടില്ല,
ഞങ്ങൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഇനി കാണാത്തവരായ കേട്ടിട്ട് പോലും ഇല്ലാത്തവരായ അനേകം ആത്മാക്കൾ ഞങ്ങൾക്ക് വൃക്ഷത്തിലുണ്ട്. അവരെല്ലാവരെയും കണ്ട് ഓർത്ത് സ്മരിച്ച് സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, മാസം മുഴുവനും ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കൾ ഈ മാസം നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ലോകം മുഴുവനിലും അനേകായിരങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗപ്രാപ്തിക്കായി കർത്താവിന്റെ കരുണ ചൊരിയപ്പെടണം. നമുക്ക് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം.